ആണ്. അപ്പോൾ ആനുവൽ എക്സാമിന് നമ്മൾ തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന് ഷുവർ ആയിട്ടും എന്റെ മക്കൾ അറിഞ്ഞു പോവേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കുഞ്ഞു ഭാഗമുണ്ട്. പഠിച്ചു വെച്ചുള്ള സിമ്പിൾ ആണ്. എക്സാമിന് ചോദ്യം വന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ചോദ്യം എങ്ങനെയായിരിക്കും? ചോദ്യം ഇവിടെ ഇതാ. ചോദ്യം ഇതാണ്. Given that 36 into 15 is equal to 540. അതായത് ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 36 into 15 എന്ന് പറയുന്നത് 540 ആണ്. ഫൈൻഡ് ദ കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രൊഡക്ട്സ്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ 36 into 15 540 ആണെങ്കിൽ 36 into 16 എത്രയാണ്? 37 into 15 എത്രയാണ്? 36 into 14 എത്രയാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 36 into 15 540 ആണ്. അങ്ങനെയാണെങ്കിൽ 36 into 16 എത്രയാണ്? അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാറ്റം മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. എന്ത് മാറ്റമാണ് കാണുന്നേ? ഈ 15 എന്ന് പറയുന്ന ആള് ഒന്നുകൂടി 16 മാറി അല്ലെ? 15 എന്തായിട്ട് മാറി? 16 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഒരാള് മാറിയിട്ടില്ല. ആരാ മാറാത്തെ? 36. 36 ഒരു മാറ്റവും വന്നിട്ടില്ല. ആൾ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 540 പ്ലസ് ആരാണോ ഇവിടെ മാറാതെ നിൽക്കുന്നത്, ആരാ മാറാതെ നിൽക്കുന്നേ? 36 ഒരു മാറ്റം വന്നിട്ടില്ല അല്ലെ? അയാളെ നമ്മൾ ആഡ് ചെയ്യണം. 540 പ്ലസ് 36 കൂട്ടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 6 0 6 7 576 എന്ന് ഉത്തരം കിട്ടി. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 36 into 15 എന്ന് പറഞ്ഞാൽ 540 ആണ് അല്ലെ? ഇവിടെ നമുക്ക് എഴുതാം 36 into 15 എന്ന് പറഞ്ഞാൽ 540 ആണ്. ഇതല്ലേ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? 36 into 15 540. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് 36 into 14 എത്രയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഈ 15 എന്ന് പറയുന്ന ആള് ഒന്ന് കുറഞ്ഞിട്ടാണ് 14 ആയത് അല്ലെ? 15 എന്ന് പറയുന്ന ആള് ഒന്ന് കുറഞ്ഞിട്ടാണ് 14 ആയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 540 അതുപോലെ തന്നെ എഴുതുക. ഇവിടെ പ്ലസ് അല്ല ചെയ്യേണ്ടത്, മൈനസ് ആണ്. അതെന്താ മിസ്സേ ഇവിടെ മൈനസ് ചെയ്യുന്നേ? ഇവിടെ ഒന്ന് കുറയല്ലേ ചെയ്തത്? ഇവിടെ ഒന്ന് കൂടിയപ്പോൾ നമ്മൾ പ്ലസ് ചെയ്തു. ഇവിടെ ഒന്ന് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 36 മൈനസ് ചെയ്യണം. 540 36 മൈനസ് ചെയ്യാതെ 540 മൈനസ് 36 4 വരും, 0 വരും, 5 വരും, 504 എന്ന് ഉത്തരം വരും. 504 എന്ന് നമുക്ക് ഉത്തരം വന്നു. ശരിയല്ലേ? ഇതാ 10 വരും, 10 4 പോയ 4 ആണ്. ഇവിടെ 3 വരും, 3 3 പോയ 0 ആണ്. 504 ഉത്തരം വന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരാളെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? അതായത് 36 into 15 എന്ന് പറഞ്ഞാൽ 540 ആണെങ്കിൽ 37 into 15 എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 540 തന്നെ നമ്മൾ എഴുതുന്നു. ഇനി ഇവിടെ നോക്കുക, 36 ഒന്ന് കൂടിയിട്ട് 37 ആയി അല്ലേ? ഈ 36 എന്ന് പറയുന്ന ആള് ഒന്ന് കൂടിയിട്ട് 37 ആയി. അപ്പൊ ഒന്ന് കൂടാ ചെയ്തേ. അപ്പൊ ആരാ ഇവിടെ മാറാതെ നിൽക്കുന്നേ? 15. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 15 ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 5 വരും, 5 വരും, 5 വരും, 555 അല്ലേ? അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ, ഗുണിക്ക് ഒന്നും ചെയ്യേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഉത്തരവാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂഫെസ്റ്റിന്റെ ഓഫർ എന്ന് പറയുന്നത് നമുക്കറിയായിരുന്നു മാർച്ച് 20 വരെയായിരുന്നു നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അടുത്ത മാസം ഏപ്രിൽ 2 വരെയാന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള ചാൻസും അതേപോലെ തന്നെ ഓഫർ പ്രൈസിൽ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാനുള്ള ഓഫറും ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് 3 ബാച്ചുകളാണ്, 3 പ്ലാനുകളാണുള്ളത്. ബേസ്, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്നത്. 3ലും പ്രത്യേകം ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയാക്കാം അടുത്ത വർഷം.